എടുത്താ ഏതാ ഇങ്ങനെ തുറക്കുക. There is our bag, guys. This is the bag, guys. 50 liters का bag. സംഭവം ഉള്ള ആപ്പൊക്കെ വെക്കാൻ പറ്റിയ സാധനം. എന്താ ഒന്നുമില്ല. So guys, here we go. നമ്മുടെ ലാസ്റ്റ് ഡേ എന്ന് പറയാം. മമ്മി ഇന്ന് രാത്രി വേണ്ടിയുള്ളൂ. മമ്മി ഇനി എവിടെ ഉണ്ടാവില്ല ഗൈസ്. സുധാ എനിക്ക് വാരി തന്നോണ്ടിരിക്കുകയാണ്. മമ്മീൻ്റെ വലിയൊരു ആഗ്രഹം. മമ്മി പറഞ്ഞു അപ്പോൾ ഞാൻ നിനക്ക് വാരി തന്നോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ വളരെ സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള സാധനം ഇറക്കിയപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ വാരി തന്നോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആവല്ലേ ഉണ്ടമ്മി എത്താം. ഓ അമ്മ മുട്ട വെച്ചാ അമ്മേ. പപ്പയ്ക്ക് ഭയങ്കര ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഭയങ്കര ദേഷ്യമാണ് കേസ്. പപ്പയെ മുഖത്ത് കാണിച്ചു കഴിഞ്ഞാൽ പപ്പയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. സോ അതുകൊണ്ട് ഞാൻ പപ്പനെ വീഡിയോയിൽ ഇപ്പം ഉൾപ്പെടുത്താറില്ല. ആ ബാഗ് വേണ്ടാത്ത എൻ്റെ ഓൾഡ് ബാഗാണ്. നമ്മൾ പഴയ സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് കളയുന്ന ആളാണ്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ വലിയ മൈൻഡ് ചെയ്യാറില്ല. സോ ഇതാ മമ്മീൻ്റെ പെട്ടിയൊക്കെ പാഴ്സലാക്കി റെഡിയാക്കി വെക്കണം. ഇതൊരു പെട്ടി, രണ്ടാമത്തെ പെട്ടി അവിടെ. പിന്നെ അതാ മമ്മീൻ്റെ ക്യാബിൻ ബാഗേജ്. മമ്മ സന്തോഷത്തിൽ പറയാമോ? മമ്മി നാളെ ഈ സമയത്ത് ഇസ്രായേലായിരിക്കും. ആക്ച്വലി 11 മണിക്ക് അവിടെ എത്തും കേട്ടോ. ബൈ ഫ്ലൈറ്റിലാണ് മമ്മി പോകുന്നത്. അല്ലേ എന്താ പറയാ ഈ സമ്മർദ്ദ മുഹൂർത്തത്തിൽ മമ്മിക്ക് എന്ത് പറയാനുള്ളത് പറ ഗായ്സ്. മമ്മിക്ക് ഇപ്പോഴാണ് ഗൈസ് വിശക്കണം. സോ ടെർഫുൾ. നല്ല മുട്ടയും തൈരും മുട്ടക്കറിയും തൈരൊക്കെ ഇനി മിസ് ചെയ്യില്ലേ? ഇന്ത്യയുടെ കടിച്ചിരുന്നോളില്ലേ മീ? കടിച്ചിരുന്ന പല്ലുണ്ടെങ്കിൽ പിന്നെ എന്തിന് അല്ലേ ഗായ്സ്? ഇവിടെ വെള്ളമല്ല ഗായ്സ്. സോ ടെറബിൾ ഇൻസിഡൻറ്റ്. നമ്മുടെ ബാഗ് നമ്മൾ സാധനം പാക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ കുത്തു വെള്ളം വെക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. നമ്മൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തോളും. പാക്കിങ് ഒന്നും ആയിട്ടില്ല. ഇവിടൊക്കെ എന്തൊക്കെയൊക്കെയോ വെക്കാട്ടോ. ഇവിടൊക്കെ ഇതാ കള്ളിയുണ്ട്. ഇത് ഇവിടൊക്കെ വെക്കാനുള്ള സാധനം ഇതാ ഫുൾ സെറ്റപ്പാണ് കഴിച്ചു. സോ ദിവസമാണോ പോകുന്ന വഴിക്ക് കാണാം ഗൈസ്. ഓക്കെ ബൈ. ഓ ഗൈസ് ഇതാ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഊബർ ഓൺ ദ വേ. പപ്പയുണ്ട്, ഉമ്മയുണ്ട്, നമ്മുടെ ലഗേജ് ഉണ്ട്. നമ്മൾ ഓൺ ദ വേ ആണ്. നമ്മുടെ പുതിയ ബാഗ് ഉണ്ട് ഗൈസ്. നമ്മൾ ഓൺ ദ വേ. സാധനം ഇപ്പോൾ എത്തും. 1 മണിക്ക് അവിടെ എത്തേണ്ട ഫ്ലൈറ്റിന് നമ്മൾ നേരത്തെ ഇറങ്ങിയൊക്കെയാണ്. 5 മണിക്കാണ് ഫ്ലൈറ്റ് ആക്ച്വലി. സോ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ട് മമ്മീനെ അവിടെ ഇറക്കിയിട്ട് പപ്പേനെ കൊണ്ടുപോകേണ്ട പരിപാടിയാണ്. അപ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ്. സോ അയാൾ വിളിക്കുന്നു നോട്ടെ. അവരെടുത്ത് കയറ്റിക്കോളൂ. ഹായ് പറയാമേ. ബൈ പറ. ബൈ ഗൈസ്. നിങ്ങൾക്ക് ബൈ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മുടെ SUV ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. കുറച്ച് അത്യാവശ്യം പ്രീമിയം സെറ്റപ്പുള്ള വണ്ടിയാണ്. ലെറ്റ്സ് സീ ഗൈസ്. ഗൈസ് നമ്മുടെ ഊബർ വന്ന് നമ്മൾ ഊബറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാക്ട്ലി 375 രൂപേൻ്റെ അടുത്താണ് നമുക്ക് ടിക്കറ്റ് പ്രൈസ് വന്നത്. അവിടെ എത്തുമ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല. 376 റുപ്യേൻ്റെ അടുത്താണ് ഇപ്പം ടിക്കറ്റ് പ്രൈസ് നോക്കിയിട്ട് നമ്മൾ കൊടുത്തത്. ഇപ്പോൾ ഇനി എത്ര രൂപയാവുമെന്ന് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. ടെർമിനൽ 2ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നല്ല ട്രാഫിക്കാണ്. ട്രാഫിക്കിൻ്റെ മെയിൻ പ്രശ്നമുണ്ട് കേട്ടോ. വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്ര ഒരു സെറ്റപ്പ് ഇല്ല. ഞാൻ ഉദ്ദേശിച്ച വണ്ടിയല്ല വന്നത്. ലെറ്റ്സ് സീ. വി ആർ ഓൾമോസ്റ്റ് ഹിയർ. ടെർമിനൽ 2 ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ട്രാഫിക്കാണ് കേട്ടോ. ട്രാഫിക് എന്ന് പറഞ്ഞാൽ മാറി മെനകെട്ട ട്രാഫിക്കാണ് ഇവിടെ. അതാണ് പ്രശ്നം. പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് പണി അതങ്ങനത്തെ കുറച്ച് ചെറിയ പരിപാടികൾ വരാം. വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ട് കിടക്കും.
ട്രാഫിക് എന്നൊക്കെ പറഞ്ഞല്ലോ. ട്രാഫിക്കാണ് ഗൈസ്. നമ്മുടെ മാക്ഡൊണാൾഡ്സിൻ്റെ സ്പെഷ്യൽ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇതാ ഈ സാധനം 69 കോംബോ. അത് നമുക്ക് റിപ്പീറ്റഡ്ലി വാങ്ങാം. സോ നമ്മൾ ഒരു 3 വാങ്ങുന്നു മമ്മിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. സോ ലെറ്റ്സ് സീ. 69 റുപ്പീസ് സ്നാക്ക് ബർഗറാണ്. സോ ഇവിടത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും ബെറ്റർ ഓപ്ഷനിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനം എന്ന് വെച്ചാൽ എനിക്കത് തോന്നുള്ളൂ. ഇവിടെ തോന്നുന്നു കഴിച്ചൊന്ന് കാണാം. അത് വേണ്ടേ കുടിച്ചോ? സെറ്റാണ് കേട്ടോ ഗായ്സ്. തീറ്റയും കൂടി എല്ലാം കഴിഞ്ഞു. 12 മണിക്കാണ് 1 മണിയാകുമ്പോഴേക്കാണ് ഉള്ളിൽ കയറേണ്ടത്. ഇപ്പോൾ സമയത്ത് 10 മണി. ഇനി 2 മണിക്കൂർ ഗൈസ് വെയിറ്റിംഗ്. ഗൈസ് മമ്മി പോകുന്നതിൻ്റെ ലാസ്റ്റ് മിനിറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. 30 മിനിറ്റ് നല്ല 1 മണിക്കൂർ കൊണ്ട് മമ്മി ഇവിടുന്ന് യാത്ര ചെയ്യാവുന്ന. ഗൈസ് മമ്മിക്ക് എന്താണ് പറയാനുള്ളത്? മമ്മി 5:15 ഫ്ലൈറ്റിന് കയറും കേട്ടോ വെളുപ്പിന്. നാളെ ശനിയാഴ്ച അവിടെ ഉച്ചയാകുമ്പോഴത്തേനും എത്തും തോന്നുന്നു. ഫുൾ ബിസിയാണ് ഗൈസ്. എല്ലാവരോടും മെസ്സേജ് അയച്ച് വാട ഗൈസ് മാൻ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. മൊബൈൽ കളി ഉറക്കം വരുന്നത് ഗൈസ്. ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഗൈസ്. ഇപ്പോൾ ഞാൻ കണ്ടൊരു സംഭവമാണ്. നമ്മളിപ്പോൾ ഉള്ള ഛത്രപതി ശിവാജി എയർപോർട്ടിലാണ്. എയർപോർട്ടിനുള്ളിൽ ബിസിനസ് നടത്തുന്ന വേറൊരു വെറൈറ്റി മെൻറ്റാലിറ്റി ആളെ കാണിച്ചു തരാം. നിങ്ങളാ ചെങ്ങനെ കണ്ടോ? സൂം ചെയ്യാൻ പറ്റില്ല. വാങ്ങും. പപ്പയ്ക്ക് ചായ വേണോ? ഗൈസ് ഞങ്ങളിപ്പോൾ വിളിക്കാം കേട്ടോ. വെറുതെ ഒരു ഗ്ലാസ് പിടിച്ചോ കേട്ടോ. ഞങ്ങളിപ്പോൾ പുള്ളീനെ വിളിക്കാം. 20 രൂപ വേണോ? ഹൈലി എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെയാണ് ഗൈസ് ഇവിടെ ഓരോരുത്തർ ചായയൊക്കെ വെക്കുന്നത്. കണ്ടില്ലേ? വീഡിയോ കണ്ടില്ലേ? അമ്മാലെ വെറി ബ്രില്യൻറ്റ്. അത് പൈസ ഉണ്ടാക്കണം എന്നുള്ള എക്സാക്ട് മൈൻഡിലൂടെ വരുന്ന ഓരോരോ ടീംസിനെയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഗൈസ് മമ്മി ടെർമിനൽ 2 നമ്പർ 5 കയറാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഒരു 1 മണിയാകുമ്പോഴേക്കും മമ്മി കയറും. സോ അല്ലേ മീ? ലാസ്റ്റ് എന്തെങ്കിലും പറയണ്ടേ? വേഗം പറഞ്ഞു. ഇനി പറയാൻ പറ്റില്ല. 2 വർഷം കഴിഞ്ഞ് കാണാം. 2 years 3 വർഷം എന്ന് പറഞ്ഞിട്ട് 3 വർഷം ഉറപ്പല്ലേ? സോ ഗൈസ് നല്ല തിരക്കാണ്. ഇനി പപ്പേനെ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരണം. എനിക്ക് പോകണമെങ്കിൽ ഫുള്ളി ടാസ്ക് ഗൈസ്. അപ്പോൾ നമ്മൾ നൈസിൽ തിരക്കാനുള്ള പരിപാടിയാണ്. നമ്മളിവിടുന്ന് എയർപോർട്ട് ഷട്ടിൽ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബാംഗ്ലൂർ പറയപ്പെട്ട ഷട്ടിൽ കിട്ടുന്നതാണ്. ഷട്ടിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് വേഗം ഷട്ടിൽ കയറി പോവാം. അതായിരിക്കും ഇപ്പോൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള വഴി. അല്ലെങ്കിൽ ബസ് പിടിച്ചതുപോലൊക്കെ ടാസ്ക്കാണ്. ഷട്ടിൽ നമ്മുടെ എയർപോർട്ട് ഷട്ടിൽ ഉണ്ടാവും ഇവിടെ എവിടെയെങ്കിലും. നോക്കാം. സോ ഗൈസ് അപ്ഡേറ്റ് ചെയ്യാം. മമ്മി പോകുന്ന ചെറിയൊരു വീഡിയോ ഞാനായിട്ട് എടുക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഗൈസ്. ഗൈസ് ഇമോഷണൽ സീൻസ് ഗൈസ്. ടാറ്റാ. കേട്ടില്ല. ഓക്കെ. രണ്ടാളും ഒരുമിച്ച് ഒന്നിക്കൊണ്ട് നോക്കും. ഇത് ചാനൽ കണ്ടാൽ മതി. എടുത്താ ഏതാ പോയി ഗൈസ്. ഫോട്ടോ പോയി. എയർപോർട്ടിൽ
നല്ല അടിപൊളി സാധനം കേട്ടോ. രണ്ട് ഫ്ലോറാണ്, മുകളിലുണ്ട് താഴെയുണ്ട്. നമ്മളിപ്പോൾ എയർപോർട്ട് ഷട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇപ്പോൾ ഉണ്ട്. എയർപോർട്ട് ഷട്ടിലിന് വേണ്ടിയിട്ട് P4 എന്ന് പറയുന്ന ഇതിലേക്ക് വന്നതാണ്. പൈസ നമ്മൾ ഊബർ വിളിച്ചിട്ടുണ്ട്. ഊബറിൽ ഇവിടെ 521 രൂപ കാണിക്കുന്നത്, 621 രൂപ. സോ ഇവിടുന്ന് 2:57 ഡ്രോപ്പിംഗ് ടൈം പറഞ്ഞേക്കുന്നത്. ഓട്ടോറിക്ഷയിലാണ്. സോ ലെറ്റ്സ് സീ ഗൈസ്. ആയിസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലോട്ട് തിരിച്ചു നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ കാണിച്ചേക്കുന്ന മോഡല്ല, അയാൾ മീറ്റർ ചാർജിൽ ഉള്ള പൈസ വാങ്ങാനാണ് പ്ലാൻ എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കാം വാട്സാപ്പിൽ. ഞാൻ സംഭവമെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ 521 കാണിക്കുന്നത്. അയാളുടെ മീറ്ററിൽ 502 രൂപ, 20 രൂപയും കൂടി ആവാനുള്ളൂ. കിലോമീറ്റർ 19 രൂപ വെച്ചിട്ടാണ് തോന്നുന്നത് അവർ പിടിക്കുന്നത്. I don't know what's happening. Is like showing on another 5. Let's see guys. English അറിയാൻ തോന്നുന്നു.